നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. സൗണ്ട് കുറവുണ്ടല്ലേ? രണ്ട് ഭാഗങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. അന്ത്യനാളിന് മുമ്പ് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടും എന്ന് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ അറിയിച്ച ചില ഫിത്നകളെ സംബന്ധിച്ചാണ്, കുഴപ്പങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയത്. അതിന്റെ തുടർച്ചയാണ് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ മുൻപേ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അലാമാത്തുകളിൽ, അതല്ലെങ്കിൽ അഷറാത്തുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകിയ ഒരു കാര്യമാണ് ളുഹൂറുൽ ഖവാരിജ്, ഖവാരിജിന്റെ രംഗപ്രവേശനം. സുഭദ്രമായിരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിന്ന് ആദ്യമായി പുറത്തുപോയ കക്ഷിയാണ്, പിഴച്ച കക്ഷിയാണ് ഖവാരിജ്. ആ ഖവാരിജ് അങ്ങനെ ഒരു കക്ഷി ഉണ്ടാകുമെന്നും ഈ സമുദായത്തിൽ നിന്ന് അങ്ങനെ ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകി. അത് അന്ത്യനാളിന്റെ ഒരു അടയാളമായി അവിടുന്ന് പഠിപ്പിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചല്ലോ ജമൽ യുദ്ധവും സിഫീൻ യുദ്ധവുമെല്ലാം. അതിന്റെ പാശ്ചാത്തലവും മറ്റുള്ള സംഗതികളുമൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഖവാരിജിന്റെ രംഗപ്രവേശനം മനസ്സിലാകണമെങ്കിൽ, എങ്ങനെയാണ് അവര് പുറത്തു വരുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ സിഫീൻ യുദ്ധം മുതൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിഫീൻ യുദ്ധം ഏകദേശം അവസാനിക്കുകയാണ്. മുആവിയ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ ആ യുദ്ധമാണല്ലോ സിഫീൻ യുദ്ധം. അങ്ങനെ അവ രണ്ട് സൈന്യവും ഒരു തീരുമാനത്തിലെത്തുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുകയുമായിരുന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ചെറിയ അടയാളങ്ങളാണ് വിശദീകരിക്കുന്നത്. രണ്ട് നിലക്കുള്ള അടയാളങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്റാത്തുൽ കുബ്റയുമുണ്ട്, സുഗ്റയുമുണ്ട്. അതിൽ സുഗ്റയാണ്, ചെറിയ ലക്ഷണങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സിഫീൻ യുദ്ധം എങ്ങനെയാണ് അവസാനിക്കുന്നത്? രണ്ട് സൈന്യവും തീരുമാനിക്കുകയാണ്, രണ്ട് ഭാഗത്തു നിന്നും ഓരോ വിധികർത്താക്കളെ, മധ്യസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് അവര് പറയുന്നതനുസരിച്ചുകൊണ്ട് ഇനി മുന്നോട്ടു പോകാം എന്ന തീരുമാനത്തോടുകൂടെ സിഫീൻ യുദ്ധം അവസാനിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് നിന്ന് അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും മധ്യസ്ഥന്മാരായി തീരുമാനിക്കുകയാണ്, വിധികർത്താക്കളായി തീരുമാനിക്കുന്നു. അങ്ങനെ യുദ്ധം അവസാനിക്കുകയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യവും കൂഫയിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങുന്നതിനിടയിൽ ഹൗറാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെ ഇറങ്ങി. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. ഹൗറാ എന്ന പ്രദേശത്തെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിൽ നിന്ന് കുറച്ച് ആളുകൾ അവിടെ ഇറങ്ങി. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തീരുമാനത്തോട് യോജിപ്പില്ല. കാരണം
അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോ വിധി കൽപ്പിക്കാൻ അവകാശമില്ല. മറിച്ച് അള്ളാഹുവിന് മാത്രമേ വിധി കൽപ്പിക്കാൻ. വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാണ്. അല്ലാത്തവർക്ക് ആർക്കും വിധി കൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തീരുമാനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇത് കേട്ട ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ, പറഞ്ഞത് സത്യമാണ്. ഖുർആനിലെ ഒരു വചനം തന്നെയാണ്. ഖുർആനിലെ ഒരു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന്റെ ഒരു ഭാഗമാണത്. അത് പറഞ്ഞ കലിമ സത്യമാണ്. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിരർത്ഥകമാണ്. ഉദ്ദേശിച്ചത് ശരിയായിട്ടില്ല. അതിന്റെ ശരിയായ ആശയമല്ല അതുമൂലം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഖുർആനിലെ ഒരായത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ തീരുമാനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞ് പുതിയ ഒരു വാദവുമായി ഒരു കക്ഷി അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തു പോകുകയായിരുന്നു. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ ആ മൻഹജിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. ഉടൻ തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടിയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവരിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവരോട് സംവാദം നടത്തി. ഈ വിഷയവുമായി അവരോട് ചർച്ച നടത്തിയപ്പോൾ കുറച്ചാളുകൾക്കൊക്കെ ഹക്ക് മനസ്സിലായി. അവർ തിരിച്ചു വന്നു. ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു. അവര് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടതുണ്ട്. അവര് പ്രചരിപ്പിച്ച അവരുടെ വാദങ്ങളായിരുന്നു. എന്താണ് സഹോദരങ്ങളെ ഇവിടെ സംഭവിച്ചത്? മഹാന്മാരായ സഹാബികൾ അവര് മനസ്സിലാക്കിയ അവരുടെ ഫഹ്മിൽ നിന്നും അവരുടെ മൻഹജിൽ നിന്നും പുറത്തുപോയപ്പോഴാണ് ഇസ്ലാമിക ലോകത്ത് കക്ഷിത്വമുണ്ടായത് എന്ന വലിയ ഒരു പാഠമാണ് സത്യത്തിൽ ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആളുകളൊക്കെ സലഫി മൻഹജിനെ ഇപ്പോഴും പരിഹസിക്കുകയും നിസാരവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. ചില ആളുകൾ അത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കുന്നില്ല, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ സംഭവിച്ചത് ഒരു കക്ഷിത്വവും ഭിന്നിപ്പും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സ്വഹാബികൾ ആയത്ത് മനസ്സിലാക്കിയതിന് എതിരായി ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും തീരുമാനിച്ചത് കൊണ്ടാണ് സത്യത്തിൽ കക്ഷിത്വം ഉടലെടുക്കുന്നത്. അങ്ങനെ ഭദ്രമായിരുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ഒന്നാമത്തെ കക്ഷി ഖവാരിജ് എന്ന പിഴച്ച കക്ഷി പുറത്തുപോയത് മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തുപോയപ്പോഴാണ്. അങ്ങനെയാണ് ഖവാരിജ് രംഗത്ത് വരുന്നത്. സത്യത്തിൽ എന്താണ്? സത്യത്തിൽ മനുഷ്യർക്ക് വിധി കൽപ്പിക്കാൻ പാടില്ല എന്നുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. മനുഷ്യർക്ക് വിധി കൽപ്പിക്കാൻ അള്ളാഹു അനുവാദം നൽകിയ മേഖലകളില്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണത്. സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് മനസ്സിലാക്കിയത്. മഹാന്മാരായ സഹാബത്തിന്റെ ഫഹ്മും മൻഹജും അതാണ്. എന്ത്? അള്ളാഹു മനുഷ്യർക്ക് വിധി കൽപ്പിക്കാൻ ചില മേഖലകളിൽ അനുവാദം നൽകിയിട്ടുണ്ട്. അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഖുർആനിലെ 4-ാമത്തെ അധ്യായമാണ് സൂറത്തു നിസാ. സൂറത്തു നിസായിലെ 35-ാമത്തെ ആയത്ത് വായിച്ചു നോക്കിയാൽ കാണാം. അവിടെ എന്താ അള്ളാഹ് പറയുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കാനുള്ള നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനിടയിൽ അല്ലാഹ് പറയാണ്, വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ ഇന്നല്ലാഹ കാന അലീമൻ ഖബീറാ. വളരെ വ്യക്തമാണ്. എന്താ അല്ലാഹ് പറഞ്ഞു? വഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ശിഖാഖ ബൈനിഹിമ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വേർപിരിവിനെ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഫബഅസു, നിങ്ങൾ നിയോഗിക്കണം, ഹക്കമൻ, ഒരു വിധികർത്താവിനെ, മിൻ അഹ്ലിഹി, ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും, വഹക്കമൻ, മറ്റൊരു വിധികർത്താവിനെ, മിൻ അഹ്ലിഹ, ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും. ഇൻ യുരീദ ഇസ്ലാഹൻ, അവർ രണ്ടുപേരും ഇസ്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമാ, അവർക്കിടയിൽ അല്ലാഹു
കൂട്ടിയിണക്കും. അവരെ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് അവർക്ക് ഒന്നിക്കാൻ സാധിക്കും. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നല്ലാഹു പറയുന്നു. അപ്പൊ ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? ഒരു ഹാക്കിമിനെ കുടുംബ കോടതിക്ക് വിട്ടുകൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? അത് 2 വിധികർത്താക്കളെ സ്വീകരിക്കണം. ഭാര്യ കുടുംബത്തിൽ നിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും 2 വിധികർത്താക്കൾ തമ്മിൽ തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പൊ സത്യത്തിൽ മനുഷ്യന്മാർക്ക് വിധി കൽപ്പിക്കുവാൻ അനുവാദം നൽകിയ മേഖലകളുണ്ട് ഇസ്ലാമിൽ. പക്ഷേ ഖവാരിജ് അതിനെ എതിർത്തു. ഖവാരിജുകൾ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെ അവര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്ന ആ മാർഗത്തിൽ നിന്ന് അവര് പുറത്തുപോയി. അതുകൊണ്ട് ഒന്നാമത്തെ കക്ഷി ളുഹൂറുൽ ഖവാരിജ്, ഖവാരിജുകളുടെ രംഗപ്രവേശനം ഉണ്ടായി. ഖവാരിജുകൾ എന്തു ചെയ്തു? അവര് അങ്ങനെ ഒരു കക്ഷി ഇസ്ലാമിക ലോകത്തുണ്ടായി. ഒരുപാട് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നു ഖവാരിജുകൾക്ക്, അല്ലേ? നമ്മളത് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നത്? വിവാഹിതൻ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലാൻ പാടില്ല. വിവാഹിതൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലാൻ പാടില്ല. ഇസ്ലാമിക നിയമം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത് എന്താണ്? വിവാഹം കഴിഞ്ഞവനാണ് വ്യഭിചരിച്ചതെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ അത് പാടുള്ളതല്ല. ഖുർആൻ പറഞ്ഞ അടി മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് ഖവാരിജിന്റെ ഒരു വാദം. ഈ വാദം ഏറ്റുപറയുന്ന ഒരുപാട് കക്ഷികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ടല്ലോ. റജ്മിനെ നിഷേധിക്കുന്ന ആളുകളില്ലേ? എറിഞ്ഞുകൊല്ലേ, അത് കുറച്ച് കാടത്തരായല്ലോ, അതെങ്ങനെയാ അല്ലേ? അതിപ്പോഴും അംഗീകരിക്കുന്നവർ തന്നെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടല്ലോ. അപ്പൊ അത് ഖവാരിജിന്റെ ഒരു വാദമാണ്. പിന്നെ അവര് പ്രചരിപ്പിച്ച മറ്റൊരു വാദം എന്താണ്? കളവ് നടത്തിയവന്റെ കൈ കക്ഷം മുതലാണ് മുറിക്കേണ്ടത്. ഖുർആൻ കൈ മുറിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ കൈ എന്ന് പറഞ്ഞാൽ അവര് വ്യാഖ്യാനിച്ചു കക്ഷം മുതൽ തന്നെ മുറിച്ചു കളയണം. അവരുടെ ഒരു വാദമാണ്. പിന്നെ അവരുടെ മറ്റൊരു വാദമായിരുന്നു മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് നമസ്കാരം നിർബന്ധമാണ്. അതായത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ ഇളവില്ല, നിസ്കരിക്കണം, നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രചരണമായിരുന്നു കഴിവുണ്ടായിരിക്കെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്. ഖവാരിജിന്റെ പിഴച്ച വാദങ്ങൾ. ഏതെങ്കിലും കബായിറുകളിൽ വൻപാപങ്ങളിൽ ഒരു വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഫാസിഖല്ല ആവുന്നത്, കാഫിറായിത്തീരും. ഒരു വൻപാപ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, ശിർക്കല്ലാത്ത മറ്റു വൻപാപങ്ങളിൽ ഏതെങ്കിലും ഒരു വൻപാപ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടെ അയാൾ കാഫിറായിത്തീരും. ഇങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങളാണ് ഖവാരിജുകൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്? പ്രചരിപ്പിച്ചത്. മാത്രല്ല മുസ്ലിമീങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു ഖവാരിജുകൾക്ക്. അഹ്ലുസുന്നത്തി വൽ ജമാഅ പ്രത്യേകിച്ച് സ്വഹാബത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളോട്, ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയ സ്വഹാബത്തിനോടും മുസ്ലിമീങ്ങളോടും അതിശക്തമായ വിരോധമായിരുന്നു ഖവാരിജുകൾക്കുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ ഒരു കക്ഷിയുടെ സ്ഥിതിയാണ്. അവിടുന്ന് വളരെ കൃത്യമായി നമുക്ക് താക്കീത് നൽകിയ ഒരു കക്ഷിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖവാരിജിനെ സംബന്ധിച്ച് എന്താ അവര് ചെയ്തതെന്നറിയോ? ഖവാരിജുകൾ കണ്ണി കണ്ടവരെ മുഴുവനും വധിക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബിയൻ. ആ സ്വഹാബിയും ഭാര്യയും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ഖവാരിജുകൾ കൂട്ടമായി ചെന്ന് ആ സ്വഹാബിയെ വധിച്ചു കളഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ നിലക്ക് വധിച്ചു കളഞ്ഞു. ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയെ വധിക്കുകയും വയറ് കുത്തിക്കീറി കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യവേ നമുക്ക് കാണാൻ കഴിയും. വളരെ മോശമായ നിലക്ക്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവരോട് ചെന്ന് ചോദിച്ചു, ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് എന്ന് അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താ അറിയോ? ഫഖാലു, അവര് പറഞ്ഞു, കുല്ലുനാ ഖതല, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നാണ്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവരോട് ഒരു യുദ്ധത്തിന് തയ്യാറായി. നെഹ്റുവാനിൽ വെച്ച് സംഘട്ടനം നടത്തി. അതാണ്
നെഹ്റുവാൻ യുദ്ധം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഖവാരിജിനോട് നടത്തിയ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ ദയനീയമായ പരാജയം അവരെ ഏറ്റുവാങ്ങുകയും അവരിൽ കുറച്ചു പേര് മാത്രം അവശേഷിക്കുകയും ചെയ്തു. ധാരാളം ആളുകൾ അവരിൽ വധിക്കപ്പെടുകയും വളരെ കുറച്ചു പേര് മാത്രമാണ് പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തത്, അവശേഷിച്ചത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. കിതാബു സക്കാത്ത് എന്ന സക്കാത്തിന്റെ ബാബിൽ അവരെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് വിഹിദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് സ്വഹാബത്ത് പറയാ, ബൈനന നഹ്നു, ഞങ്ങുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് വിഹിദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഹിദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാഹു ദുൽ ഖുവൈസിറ, ദുൽ ഖുവൈസിറ എന്നു പേരുള്ള ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. ആരാണ് അദ്ദേഹം? വഹുവ റജുലുൻ മിൻ തമീം, തമീം ഗോത്രത്തിലെ ഒരാളായിരുന്നു അദ്ദേഹം. എന്താ പേര്? ദുൽ ഖുവൈസിറ. അദ്ദേഹം വന്നിട്ട് ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ് അലൈഹി വസല്ലം, നബി തിരുമേനി പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, വമൻ യഅദിലു ഇല്ലം അഅദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ വർത്തമാനം കേട്ട ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇദല്ലി ഫീഹി അദ്രിബു അൻഖഹു, നബിയേ, നിങ്ങൾ എനിക്ക് അനുവാദം തരികയാണെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്ത ഈ ധിക്കാരിയുടെ കഴുത്ത് ഞാൻ ഛേദിക്കും റസൂലേ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറഞ്ഞു, ദഅ, വിട്ടേക്ക് അവനെ, അവനെ വിട്ടേക്ക്. കാരണം എന്തെന്നോ? ഫഇന്ന ലഹു അസ്ഹാബൻ, അവന് ചില അനുയായികൾ വരാനിരിക്കുന്നുണ്ട്, അവന് ചില അനുയായികൾ ഉണ്ടാകാനിരിക്കുന്നുണ്ട്. യഖറഊനൽ ഖുർആന, അവർ ഖുർആൻ ഓതും. ലൈസ ഖിറാഅത്തുകും ഇലാ ഖിറാഅത്തിഹിം ബിശൈഇൻ, നിങ്ങളുടെയും അവരുടെയും ഖുർആൻ പാരായണം തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഖുർആൻ പാരായണം ഒന്നുമല്ല. ആ നിലക്ക് ഖുർആൻ ഓതുന്ന ഒരു കക്ഷിയായിരിക്കും അവർ. വലാ സ്വലാത്തുക്കും ഇലാ സ്വലാത്തിഹിം ബിശൈഇൻ, അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും തമ്മിൽ മാറ്റുരക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല, ധാരാളം നിസ്കരിക്കണ കക്ഷിയായിരിക്കും അവർ. വലാ സിയാമുക്കും ഇലാ സിയാമിഹിം ബിശൈഇൻ, നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും പരസ്പരം തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമായിരിക്കില്ല. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ഉഷാറാണ്. ഖുർആൻ ഒരുപാട് അവരെ ഓതും, അതേപോലെ തന്നെ നോമ്പെടുക്കും. പക്ഷേ അവരുടെ സ്ഥിതി എന്തെന്നറിയുമോ? ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ട വിട്ട് അതൊന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ തൊണ്ട വിട്ടത് താഴേക്ക് വിട്ടുകിടക്കുകയില്ല. യംറുഖൂന മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകും. കമാ യംറുഖുസ്സഹുമു മിനർ റമിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം നോക്കണം. എങ്ങനെ റസൂൽ പറഞ്ഞു? കമാ യംറുഖുസ്സഹുമു മിനർ റമിയ, വേട്ടമൃഗത്തെയും തുളച്ച് അമ്പ് കടന്നു പോകുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരു ഉരുവിനെ അമ്പെയ്തപ്പോ ശക്തമായ അമ്പ ഉരുവിലാണ് തറച്ച് അമ്പങ്ങ് തെറിച്ചു പോയി. വേട്ടമൃഗത്തിൽ നിന്ന് ഒന്നും ആ അമ്പുമ്മ പറ്റിയിട്ടില്ല. ഇതുപോലെ അമ്പങ്ങ് വേട്ടമൃഗത്തെയും തുളച്ചങ്ങ് തെറിച്ചു പോയതുപോലെ ഇസ്ലാമിൽ നിന്ന് ഒരംശം അവർക്കുണ്ടാവില്ല, അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കക്ഷിയായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്. അവരുടെ സ്വഭാവം ഒന്നുകൂടെ റസൂൽ പറയാണ്, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവര് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യും. വയദഊന അഹ്ലൽ ഔസാൻ, വിഗ്രഹാരാധകരായ ആളുകളെ അവര് വിട്ടേക്കുകയും ചെയ്യും. ബഹുദൈവാരാധനയും കുഫുറൊക്കെ ചെയ്യുന്ന ഒരുപാട് കക്ഷികൾ ഉണ്ടാവും. അവർക്കെതിരെ ഒരക്ഷരം മുണ്ടൂല, അവർക്കെതിരെ ഒരു പരിപാടിയില്ല, അവർക്കെതിരെ ഒരു സമരമുറയില്ല, ഒന്നുമില്ല. എന്നാലോ മുസ്ലിമീങ്ങളെ കണ്ടാൽ അവരോട് അതിശക്തമായ സമരം, അവരോട് അതിശക്തമായ പോരടിക്കൽ. റസൂല് പറയാണ്, യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖുസ്സഹ്മു മിനർ റമിയ,
വേട്ടമൃഗത്തെയും തുളച്ചമ്പ് കടന്നു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് അവര് തെറിച്ചു പോകുന്നു. ലഇൻ അദ്റക്തുഹും, ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ ലഅഖ്തുലന്നഹും, അവരെ ഞാൻ വധിച്ചു കളയുക തന്നെ ചെയ്യും. ഖത്ല ആദ്, ആദിനെ നശിപ്പിച്ചതുപോലെ, ആദ് സമൂഹത്തെ നശിപ്പിച്ചതുപോലെ അവരെയും ഞാൻ നശിപ്പിക്കും, അതല്ലെങ്കിൽ അവരോട് ഞാൻ പോരടിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇതും ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കക്ഷി വരും എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ സുഗറയാണ്, ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണിത്, ഖവാരിജിന്റെ രംഗപ്രവേശനം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ പേരിലുള്ള ഒരു സംഘടന ഇന്ന് ലോകത്ത് നിലവിലില്ല. ഞങ്ങൾ ഖവാരിജുകളാണ് എന്ന പേരിൽ ഒരു സംഘടനയോ ഒരു വിഭാഗമോ ഇന്ന് ലോകത്ത് നിലവിലില്ല. പക്ഷേ ഈ ഒരു കക്ഷിയുടെ ആശയങ്ങളും ആദർശങ്ങളും പൂർണ്ണമായിട്ടല്ലെങ്കിലും പലതും സ്വീകരിച്ച പല കക്ഷികളെയും സംഘടനകളെയും ഒക്കെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചാൽ തന്നെ ഒട്ടനവധി കക്ഷികൾ, ഒട്ടനവധി പിഴച്ച കക്ഷികൾ ഈ ഖവാരിജിന്റെ പല ആദർശങ്ങളും സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഹദീസ് നിഷേധികളായ ആളുകൾ അവര് പറയുന്നത് എന്താ? റജ്മില്ല എന്നല്ലേ പറയണത്? വിവാഹിതൻ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം തന്നെ അല്ല എന്നല്ലേ പറയണത് അല്ലേ? അതേപോലെ കട്ടവന്റെ കൈമുറിക്കലുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന കക്ഷികളില്ലേ? അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും വിധി കൽപ്പിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഇനിൽ ഹുക്കുമുലില്ലാ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ വിധികർത്തൃത്വം ഇല്ല എന്ന് പറഞ്ഞ് ഇഖാമത്തുദ്ദീനിന് വേണ്ടി നടക്കുന്ന കക്ഷികളില്ലേ? ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്, ഇവർക്കൊക്കെ ആവേശം കിട്ടിയിട്ടുള്ളത് എവിടുന്ന? ഖവാരിജിന്റെ ഒന്നാമതായി പിഴച്ചുപോയ കക്ഷിയായ ഖവാരിജിന്റെ ആശയമാണ് ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. പലതിപ്പോ പല കക്ഷികളും ഓഹരി വെച്ചെടുത്തിരിക്കുക ഖവാരിജിന്റെ ഈ ആദർശങ്ങൾ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കക്ഷിയാണ് ഇവര്. ഈ പിഴച്ച കക്ഷിയുടെ ഇവര് പ്രചരിപ്പിച്ച തോന്നിവാസങ്ങൾ, വൈരുദ്ധ്യ ജീവിതത്തിലേക്കോ വിശ്വാസത്തിലേക്കോ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല റസൂല് പറഞ്ഞു, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ദജ്ജാലും അവസാന കാലഘട്ടത്തിൽ വരും എന്ന്. സ്വഹീഹ് ഇബ്നു മാജയിൽ 174-ാമത്തെ ഹദീസിൽ കാണാം, ഹത്താ യഖ്റുജ ഫീ ഇറാളിഹിം അദ്ദജ്ജാൽ, ഇങ്ങനെയുള്ള കക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും ദജ്ജാൽ, പെരുങ്കള്ളനായ അവസാന കാലത്ത് വരുന്ന മസീഹുദ്ദജ്ജാലും ഇത്തരം കക്ഷികളിലൂടെ ഒക്കെ സപ്പോർട്ടിലൂടെ തന്നെ ആയിരിക്കും ഇവിടെ വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയതായി കാണാൻ കഴിയും. അപ്പൊ ഇന്ന് ഞാൻ വിശദീകരിച്ച ചെറിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ, ഞാനിന്ന് 3 അടയാളങ്ങൾ മാത്രമേ ഇന്ന് വിശദീകരിക്കുള്ളൂ. കൂടുതൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് സഹോദരങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേക ബാബിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ് അലാമാത്തുൽ ഖിയാമ, അശ്റാത്തു സാഅ എന്നൊക്കെ. ഇത് വിശാലമായി പഠിക്കേണ്ട ഒരു വിജ്ഞാനം തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പലതും പുലർന്നുകൊണ്ടിരിക്കുകയും കഴിഞ്ഞതും പുലർന്നുകൊണ്ടിരിക്കുകയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നതാണ് ളുഹൂറുൽ ഖവാരിജ്, ഖവാരിജിന്റെ രംഗപ്രവേശനം. ഹറൂറികൾ എന്നും ഇവരെ വിളിക്കാറുണ്ട് കേട്ടോ. ഹറൂറികൾ, എന്തുകൊണ്ടാണ് ഹറൂറികൾ എന്നിവരെ വിളിക്കുന്നത്? ഹൗറായിലാണല്ലോ ഇവരെ ഇറങ്ങിയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂഫയിലേക്ക് മടങ്ങുമ്പോൾ ഹൗറായിലാണല്ലോ ഇവര് ഇറങ്ങിയത്. ആ ഒരു പേരിലും ഇവര് അറിയപ്പെടാറുണ്ട്. ശരി, ഇനി രണ്ടാമത്തെ ഇന്ന് വിശദീകരിക്കുന്ന രണ്ടാമത്തെ അടയാളം പൂർവിക സമുദായങ്ങളെ അനുകരിക്കലാണ്. അത് അന്ത്യനാളിന്റെ ഒരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംഗതിയാണ്. അതായത് അവസാന കാലമാകുമ്പോൾ മുസ്ലിം സമൂഹം ജൂത നസാറാക്കളെ
ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതനസാറാക്കളെയും ബഹുദൈവാരാധകരെയുമൊക്കെ അനുകരിക്കുക, അവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിക്കുക, അവരുടെ സംസ്കാരങ്ങളോട് അടങ്ങാത്ത ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരും. യഹൂദികളുടെയും ക്രൈസ്തവരുടെയും ഒക്കെ സംസ്കാരം സ്വീകരിക്കും. സത്യനിഷേധികളോട് സാദൃശ്യപ്പെടുന്ന ഒരു കാലഘട്ടം. അവരുടെ സ്വഭാവവും സംസ്കാരവും അതിനോട് വല്ലാത്ത നമ്മുടേതായ സംസ്കാരങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. അന്യ സമുദായങ്ങളുടെ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളോടൊക്കെ വല്ലാത്തൊരു താല്പര്യം. അത് വലിയൊരു പുരോഗതിയുടെ അടയാളമായി കണക്കാക്കി മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലം വന്നാൽ യഥാർത്ഥത്തിൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് നോക്കൂ നിങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തഅഖുദ ഉമ്മത്തി, എന്റെ ഈ സമുദായം സ്വീകരിക്കുന്നത് വരെ, ബി അഖ്ദിൽ ഖുറൂനി ഖബ്ലഹ, മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളെ സ്വീകരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എങ്ങനെയാ സ്വീകരിക്കുക? ഷിബ്റൻ ബിഷിബിരിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഫഖീല യാ റസൂലല്ലാഹ്, ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ തിരുദൂതരെ, കഫാരിസ വറൂം, പേർഷ്യക്കാരെയും റോമക്കാരെയുമാണോ അങ്ങ് പറയുന്നത്? ഫഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമിനന്നാസ് ഇല്ലാ ഉലൈക്, അവരല്ലാതെ ജനങ്ങളിൽ വേറെ ആരെക്കുറിച്ചാ പറയാനുള്ളത്? അവരെ തന്നെയാ പറയാനുള്ളത്. അവരല്ലാതെ വേറെ ആരാണ്? അവരെ അന്ധമായി അനുകരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. നോക്കൂ നിങ്ങൾ. പിന്നെ നമുക്കൊക്കെ സുപരിചിതമായ മറ്റൊരു ഹദീസ് ഏതാണ്? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ തബിഅതുമൂഹും ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. എന്താ? ലതത്തബിഉന്ന, പിൻപറ്റുക തന്നെ ചെയ്യും. സത്യം ചെയ്യാണ്, സത്യം ചെയ്ത് പറയാം. ലാമുൽ ഖസം ഉപയോഗിച്ചു, നൂന് തഖീലയും ഉപയോഗിച്ചു. അറബി ഭാഷാ നിയമപ്രകാരം ഉറപ്പന്നെയാണ്. എന്ത്? ലതത്തബിഉന്ന, പിൻപറ്റുക തന്നെ ചെയ്യും. സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ നടപടിക്രമങ്ങളെ. ഷിബ്റൻ ബിശിബിരിൻ, ചാണിന് ചാണായും, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായും. ഏതുവരെന്നറിയോ? ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ, അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് വിചാരിച്ചോ, എങ്കിൽ തബിഅതുമൂഹും, നിങ്ങൾ അവരെ ആ വിഷയത്തിലും അനുഗമിക്കും. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അൽ യഹൂദു വൻ നസാറ, ജൂത നസാറാക്കളെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഫമൻ, അവരല്ലാതെ പിന്നെ ആരെക്കുറിച്ചാണ്, ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുക? നോക്കൂ നിങ്ങൾ ഹദീസിന്റെ പ്രയോഗം. എത്രത്തോളം ആ അനുകരണം ഉണ്ടാവുന്ന പറഞ്ഞത്. ഉടുമ്പിന്റെ മാളത്തിൽ, ഉടുമ്പ് എന്ന് പറഞ്ഞാലേ പ്രത്യേകിച്ച് എല്ലൊന്നുമില്ലാത്തൊരു ജീവിയാണ്. അറിയുന്ന ആളുകൾക്കറിയാം. പ്രത്യേകിച്ച് എല്ലൊന്നുമില്ലാത്തൊരു ജീവിയാണ്. ആ ജീവി ഒരു മാളത്തിൽ, ആ ജീവി കടന്നുപോയ ഒരു മാളത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത്ര പ്രയാസം സഹിച്ചിട്ട് അവരുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? വിശദീകരിക്കണോ ഈ ഹദീസ്? അല്ലേ? വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ആ മുസ്ലിമീങ്ങളുടെ സംസ്കാരം എന്ന് വാരി പുണരാൻ, പ്രത്യേകിച്ച് ക്രൈസ്തവന്റെയും യഹൂദിയെയും അവരൊക്കെ അനുകരിച്ചു കൊണ്ടിരിക്കാൻ. അവരുടേതായ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും വൃത്തികെട്ട സംസ്കാരമാണ് മുസ്ലിമീങ്ങൾ വരെ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളിലും. സ്ത്രീകളാണെങ്കിൽ അവരുടെ സ്ത്രീകളെ അനുകരിക്കുന്നു, പുരുഷന്മാരാണെങ്കിൽ അവരുടെ പുരുഷന്മാരെ അനുകരിക്കുന്നു, സ്ത്രീകൾ പലപ്പോഴും പടിഞ്ഞാറിന്റെ പുരുഷന്മാരെ അനുകരിക്കുന്നു. ഇങ്ങനെ പല നിലക്കും വസ്ത്രധാരണ മേഖലയിലും സംസ്കാര മേഖലയിലും ആചാര അനുഷ്ഠാന മേഖലകളിലും ഒക്കെ ഇന്ന് ക്രൈസ്തവരുടെയും ജൂതന്റെയും ഇടപെടലുകൾ മുസ്ലിം കുടുംബങ്ങളിൽ വരെ എത്തി നിൽക്കുകയാണ്. അല്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ വരെ അത് സംഭവിച്ചു കഴിഞ്ഞു. ഏത് വിഷയങ്ങളിലും. ക്രിസ്മസ് ഒന്ന് ആഘോഷിക്കാൻ എന്താ സംഭവിക്കുക? അല്ലേ? അത്യാവശ്യമൊക്കെ ഞങ്ങൾ സെലഫികളാണെന്ന് പറയണ, ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ചർച്ച ചെയ്യല്ല. സെലഫികളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ, ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, എന്റെ ശൈലി അതല്ല, മറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ.
സലഫികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ ഫത്വ കൊടുത്തു കഴിഞ്ഞു. ക്രിസ്മസ് വന്നാൽ എന്താ ആഘോഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഹദീസുകൾ തെളിവുദ്ധരിക്കുക. സുബ്ഹാനല്ലാഹ്. ഓണം വന്നാൽ എന്താ ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു ബഹുമത സമൂഹമാകുമ്പോ അങ്ങനെയൊക്കെ വേണം അല്ലേ? ഇനി വാലന്റൈൻ ഡേ വരുമ്പോ അതിന് ഫത്വ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് വിഷയങ്ങളിലും അതിന് ഫത്വ കൊടുക്കാൻ പുരോഹിതന്മാർ, പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെ എല്ലാവിധ സംസ്കാരങ്ങളെയും വാരിപ്പുണരുന്ന ഒരു കാലഘട്ടം അന്ത്യനാൾ പ്രതീക്ഷിച്ചു കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഏത് കാര്യങ്ങളിലും ഇപ്പൊ എവിടുന്ന ജന്മദിനാഘോഷം, പിന്നെ അള്ളാന്റെ റസൂലിന്റെ നബിദിനാഘോഷം എവിടുന്നാ വന്നത്? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയല്ലേ? ജൂത ക്രിസ്ത്യാനികളിൽ നിന്നല്ലേ? അവരുടെ ഏർപ്പാടല്ലേ ജന്മദിനാഘോഷം അവിടുന്നാ വന്നത് അല്ലേ? ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ന്യൂ ഇയർ എവിടുന്നാ വന്നത്? റോമക്കാരിൽ നിന്നും പേർഷ്യക്കാരിൽ നിന്നുമാ. നമ്മൾ വിചാരിച്ച അതിനൊന്നും ഒരു മതപരമായൊരു ബന്ധമല്ലാന്ന്. അല്ല, അത് റോമിന്റെയും പേർഷ്യയുടെയും സമ്പ്രദായങ്ങളാണ്. അവരാണ് ഈ ന്യൂ ഇയർ ആഘോഷം തുടങ്ങിയത്. ഇങ്ങനെ എല്ലാവിധ സംഗതികളും നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തിട്ട് അവതരിപ്പിച്ച ഒരു വചനം നമ്മൾ എപ്പോഴും വായിക്കേണ്ട സംഗതിയാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? ജൂതനസാറാക്കൾ അവരുടെ ആദർശം സ്വീകരിക്കുന്നത് വരെ നിങ്ങളെ സംബന്ധിച്ച് തൃപ്തരാവുകയില്ല നബിയെ. അവർക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം? അവരെ ആദർശം മുസ്ലിമീങ്ങൾ സ്വീകരിക്കണം. അതിനവർ കണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ജൂതന്മാർ അതിന് എന്തെല്ലാം പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലിന്റെ കാലത്ത് തുടങ്ങിയതാ ഈ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കഠിനമായ ശ്രമം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തുടങ്ങിയതാണ്. എന്താ അവര് ചെയ്തതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു കുറച്ച് ജൂതന്മാര്. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. രാവിലെ വന്ന് വിശ്വാസം തുടങ്ങി. വിശ്വസിച്ചു അവര്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ കുറച്ചു നേരൊക്കെ റസൂലിന്റെ കൂടെ അങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേരമായപ്പോ ഒരു പ്ലാനഡ് ആയിട്ട് വന്നതാ. വൈകുന്നേരമായപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു ഇത് ഭയങ്കര ഉഷാറായ മതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. നോക്കുമ്പോ എന്താ, ഇത് പോരട്ടോ, ഇത് വളരെ മോശമാണ്, ഇത് ശരിയല്ല, ഇത് പിഴച്ച ഒരു മാർഗമാണ് എന്ന് പറഞ്ഞ് വൈകുന്നേരമായപ്പോ കാഫിരീങ്ങളായി മാറി. എന്തിനാ അവരിത് ചെയ്തതെന്നറിയോ? ഇങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ കഥയറിയാത്ത, വേദഗ്രന്ഥ പരിജ്ഞാനമൊന്നുമില്ലാത്ത അറബികൾ പെട്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോളും. കാരണം അവര് വിചാരിക്കും വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പരിചയമുള്ള യഹൂദികളൊക്കെ വന്നിട്ട് അവർക്കൊന്നും ഇത് പറ്റാത്തതുകൊണ്ടാണല്ലോ പോയത്, പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് അവര് തെറ്റിദ്ധരിക്കാൻ വേണ്ടി തന്ത്രപരമായി ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റാൻ അന്ന് തുടങ്ങിവെച്ച ജൂതന്റെ കുതന്ത്രം ഇന്നും ലോകത്ത് അത് തുടർന്നുകൊണ്ടേയിരിക്കാൻ. അതുകൊണ്ട് അത് അന്ത്യനാളാകുമ്പോൾ അതിന്റെ വർധനവ് കൂടി വരുന്നതാണ്. അവസാന കാലമാകുമ്പോൾ അതിന്റെ ശക്തി കൂടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു സമുദായത്തെ അനുകരിക്കുകയാണെങ്കിൽ, സാദൃശ്യപ്പെട്ടു പോകുകയാണെങ്കിൽ അവൻ അവരോടൊപ്പമായി തീരുന്നതാണ്. അവൻ അവരുടെ കൂടെയായി, അവരുടെ കൂട്ടത്തിലായി മാറും എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് വല്ലാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ഖവാരിജിന്റെ രംഗപ്രവേശനം, രണ്ടാമത്തേത് ആ ജൂതനസാറാക്കളെ അനുകരിക്കുന്ന വിശ്വാസരംഗത്തും ആചാരരംഗത്തും ഉണ്ടാകുന്ന തകർച്ച. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ളുഹൂറു മുദ്ദഇൻ നുബുവ, അവസാന കാലത്തിന്റെ അന്ത്യനാളിന്റെ അടയാളമാണ്. നുബൂവത്ത് വാദിക്കുന്ന ആളുകൾ പ്രത്യക്ഷപ്പെടും എന്ന്. കള്ളപ്രവാചകത്വം വാദിക്കുന്ന കക്ഷികൾ പ്രത്യക്ഷപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അന്ത്യനാളിന് മുൻപേ ഏകദേശം 30ഓളം കള്ളപ്രവാചകന്മാര് വരും. എല്ലാവരും പ്രവാചകത്വം വാദിക്കുന്നവരായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുബ്അസ ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളന്മാരായ ദജ്ജാലുകൾ നിയോഗിക്കപ്പെടുന്നതുവരെ, രംഗപ്രവേശനം ചെയ്യുന്നതുവരെ.
ഖരീബൻ മിൻ 30, ഏകദേശം അവര് 30ഓളം ആളുകൾ ഉണ്ടാവും. കുല്ലുഹും യസ്ഉമു അന്നഹു റസൂലുള്ളാഹ്, എല്ലാവരും വാദിക്കും എന്ത്, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണെന്ന് എല്ലാവരും പ്രവാചകത്വം വാദിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ മുശ്രിക്കീങ്ങളോട് ചേരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങളുടെ എല്ലാ ഏർപ്പാടും മുസ്ലിം സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാറ്റിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാറ്റിന്റെ മുമ്പിലും വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നിനും ഒരു പ്രയാസമല്ല ആളുകൾക്ക്. തൗഹീദ് മനസ്സിലാക്കി എന്ന് പറയുന്ന ആളുകൾക്കും യാതൊരു പ്രയാസമല്ല. ശിർക്കിന്റെ ചിഹ്നങ്ങളുടെ മുമ്പിൽ പോയി കുമിഞ്ഞു നിൽക്കാൻ ആർക്കും ഒരു പ്രയാസമല്ല. കാസർഗോഡ് ഭാഗത്തൊക്കെ അറിയുന്ന സുഹൃത്തുക്കൾക്കറിയാം, എല്ലാം വള്ളി മുതൽ അല്ലേ ചെടികൾ, മരങ്ങൾ, എല്ലാ സംഗതികളെയും ആരാധിച്ചുകൊണ്ടിരിക്കാൻ വളരെ മോശമായ നിലക്ക്. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് അങ്ങനെ ചേരുന്നത് വരെ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചേരും. വഹത്താ യഅ്ബുദുൽ ഔസാന, ഏതുവരെ എന്നറിയോ, അവര് വിഗ്രഹങ്ങളെ വരെ ആരാധിക്കും. എന്നിട്ട് നബി പറയുന്നു, വ ഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ ഉണ്ടാകും 30 കദ്ദാബൂൻ, 30 കള്ളന്മാർ, കുല്ലുഹും യസ്ഉമു അന്നഹു നബിയുൻ, എല്ലാവരും വാദിക്കും ഞാൻ നബിയാണെന്ന്. എങ്കിൽ നിങ്ങൾ ആ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. വ അന ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി, ഞാൻ പ്രവാചകന്മാരിൽ അന്തിമനാണ്, എനിക്ക് ശേഷം ഇനി പ്രവാചകന്മാർ വരികയില്ല. ഇത് ചെറിയ അടയാളങ്ങളിൽപ്പെട്ടതാണല്ലോ. ഇതും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, റസൂലിന്റെ വഫാത്ത് നടക്കുന്നതിന് മുൻപ് തന്നെ കള്ളപ്രവാചകന്മാര് രംഗത്ത് വന്നു. മുസൈലിമത്തുൽ കദ്ദാബിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു അവന്. പ്രവാചകത്വം വാദിച്ചു അവൻ. പക്ഷെ റസൂലിന്റെ കാലത്ത് അവൻ എന്ത് ചെയ്തില്ല, അവൻ വധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കള്ളപ്രവാചകത്വം. പിന്നെ നബിയുടെ കാലത്ത് തന്നെ യമനിൽ ഒരാള് പ്രവാചകത്വം വാദിച്ചല്ലോ. അയാളെ പേരെന്തായിരുന്നു? അൽ അസ്വദുൽ അനസി. നബി മരിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷെ അയാൾ കൊല്ലപ്പെട്ടു. നബി റസൂലിന്റെ കാലത്ത് യമനിലെ നബിയായിരുന്നു, പ്രവാചകത്വം വാദിച്ചു. അതേപോലെ തന്നെ സജാഹ് എന്ന് പറയുന്ന ഒരു പെണ്ണ് പ്രവാചകത്വം വാദിച്ചതായി ചരിത്രത്തിൽ കാണാം. എന്നിട്ട് എന്താ ചെയ്തത്? ആ പെണ്ണ് പ്രവാചകത്വം വാദിച്ചപ്പോ വതസവ്വജഹ മുസൈലിമ ഓളെ വിവാഹം കഴിച്ചു. അപ്പൊ ഭർത്താവ് നബിയും ഭാര്യയും ഭർത്താവും ഒക്കെ നബിമാരാ. തസവ്വജഹ മുസൈലിമ അവളെ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. എന്നാൽ ലമ്മാ ഖുതില, മുസൈലിമ കൊല്ലപ്പെട്ടപ്പോ റജഅത്ത് ഇലൽ ഇസ്ലാം, സജാഹ് എന്ന് പറയുന്ന പെണ്ണ് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ചരിത്രത്തിന്റെ വിവിധ ദശാസന്ധികളിൽ പ്രവാചകത്വം വാദിച്ചതായി കാണാൻ കഴിയും. തുലൈഹത്ത് ബിനുൽ ഖുവൈലിദുൽ അസദി, മുഖ്താർ ബിനു അബി ഉബൈദത്തു സഖഫി, അതേപോലെ തന്നെ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ ഹാരിസ് എന്ന് പറയുന്നയാള്, ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രവാചകത്വം വാദിച്ചത് കാണാം. അവസാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി, അവസാനം അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അല്ലേ, ഞങ്ങളാണ് ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞ് ലോകത്ത് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പിഴച്ച കക്ഷി അല്ലേ. മിർസാ ഗുലാം അഹമ്മദ് വാദിച്ചത് ഞാൻ നബിയാണ് എന്ന് തന്നെയാണ്. ഇപ്പൊ ആഫ്രിക്കയിൽ ഒരു നബി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് സൈറ്റിൽ നിന്നൊക്കെ കിട്ടിയ വിവരം. ആഫ്രിക്കയിൽ ഇപ്പോ ഈ സമയത്ത് ഒരു പ്രവാചകൻ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞുകൂടാ, കള്ളപ്രവാചകത്വം വാദിച്ച ഒരു ദജ്ജാല് ഇപ്പോ ആഫ്രിക്കയിലുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ പല നിലക്കുള്ള പ്രവാചകത്വം വാദിക്കും. ഇനി അവസാനം ദജ്ജാല് വരുമ്പോഴും അവനും പറഞ്ഞു വെക്കും ഞാൻ നബിയാണ് എന്ന്. ആര് പറഞ്ഞു വെക്കും? ദജ്ജാല് പറഞ്ഞു വെക്കും. അത് വലിയ അടയാളാണ്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമുക്ക് വഴിയെ കടന്നു വരേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ചുരുക്കുകയാണ്, ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ച് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയുങ്ങള്? വഅന്ന സാഅത ആതിയതുൻ ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ഇതാണ് ഈ അടയാളങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ
നമ്മൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്ത്? പഠിച്ചോനെ, അള്ളാന്റെ റസൂലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഇതാ പുലർന്ന് എന്റെ കൺമുമ്പിൽ ഞാനിത് കാണുകയാണ്. ഒരു കാര്യം ഞാൻ എന്റെ മനസ്സിനെ ഇതാ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, യഖീനുണ്ട്. എങ്കിലും ഞാൻ എന്റെ മനസ്സിനെ ആവർത്തിച്ച് ഇതാ ബോധ്യപ്പെടുത്തുന്നു. എന്ത്? അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. സംശയം നീക്കുന്ന അടയാളങ്ങളാണല്ലോ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല ഖബറിലുള്ള ആളുകളെ അള്ളാഹു പുനരുദ്ധാനം നടത്തുകയും ചെയ്യും. അതും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന ബോധ്യം, എന്ന വിശ്വാസത്തിന് കരുത്തേകാനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അടയാളങ്ങൾ നാം വിശദീകരിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയുള്ള അടയാളങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പഠിക്കുക. സംശയമുള്ള കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ദീനിനെയും ഒക്കെ സംരക്ഷിച്ച് ഈമാനിക ആവേശത്തോടുകൂടെ മുന്നേറുക. സർവ്വലോക പരിപാലകനായ നാഥൻ നമ്മുടെ ഈമാനിനെ അതിന് കളങ്കമില്ലാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിയാതെ വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വേദനാജനകമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പറയുക മാത്രമല്ല, ജീവിതത്തിൽ പകർത്തി മുന്നേറാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.